ബർത്ത്ഡേ അല്ലേ? കേക്ക് മുറിക്കോ? എന്റെ ബർത്ത്ഡേ നാളെ. ഇവിടെ ഫുഡ് ഉണ്ടാക്കിയോ ഉമ്മാനോട് പറഞ്ഞിട്ട്? സ്കൂളിലത്തെ എല്ലാവരുടെ ബർത്ത്ഡേക്കും കേക്ക് മുറിക്കുപ്പാ. കേക്കൊന്നും ഇപ്പൊ മുറിക്കാൻ പറ്റില്ല. കേക്ക് മുറിക്കല് അതൊന്നും ഒരു നല്ല പരിപാടിയല്ല. സ്കൂളിൽ കൊണ്ടുപോയിട്ട് കേക്ക് മുറിക്കും. അത്രയും കുട്ടികൾക്ക് വേണ്ടി വലിയ കേക്ക് വാങ്ങണം. 1000 ഉറുപ്പിയുടെ മുകളിലേക്ക് വരും. നമുക്ക് പൈസ ചെലവാക്കുന്ന പരിപാടിയുള്ളൂ അല്ലേ? മര്യാദക്ക് പോയിരുന്ന പഠിച്ചോ. ചെല്ലടാ കേക്ക് മുറിക്കല്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ മക്കൾക്ക് ഇങ്ങനെ ഒരു ശീലാണ് കേക്ക് മുറിക്കല്. അവനെ വീട്ടിൽ വല്ല ഫുഡ് ഉണ്ടാക്കി കഴിക്കാന്നല്ലാതെ. കേക്ക് മേടിച്ചു കൊടുത്തൂടെ? ഈ ഒരു ഒറ്റ ആളാണ് ആ ചെക്കനെ വടക്കാക്കുന്നത്. ഇത്ര അധികം കുട്ടികൾക്ക് സ്കൂളിൽ അവന്റെ ക്ലാസ്സിൽ കേക്ക് മുറിക്കണമെങ്കിൽ എത്ര ഉറുപ്പിയുടെ കേക്ക് വേണ്ടി വരും? അതൊരു ശീലായി മാറും. പിന്നെ നമ്മളാരെ കേക്ക് മുറിക്കല്? കേക്കൊന്നും ഇപ്പൊ മുറിക്കേണ്ട കാര്യമില്ല. അതിന് അത്ര നല്ല പൈസയും ചെലവുണ്ട്. ക്ലാസ്സിലെ എല്ലാ കുട്ടികളും കേക്ക് എല്ലാ കുട്ടികളും ചെയ്യണ തെറ്റുപനും ചെയ്യണ. അവരെല്ലാരും പൈസ ഉണ്ടായിട്ടൊന്നും ആവില്ല. എവിടുന്നേലും കടം വാങ്ങിയിട്ടൊക്കെ ചില രക്ഷിതാക്കള് കേക്ക് വാങ്ങാനൊക്കെ പൈസ ഉണ്ടാക്കണത്. ഒരു ശീലാക്കി മാറ്റില്ല. ഈ സ്കൂളുകാരോടാണ് ഇത് പറയേണ്ടത്. വെറുതെ എൻ്റെ ഒരു സപ്പോർട്ട്. അവനെ വീട്ടിൽ വല്ല ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് നാളെ കൊടുത്താൽ മതി. സ്കൂളിൽ പോണ്ട നാളെ. അങ്ങനെയാണെങ്കിൽ ഇല്ല, പൈസക്ക് ചെലവുണ്ടാക്കാനുള്ള ഓരോ മാർഗം കണ്ടെത്തി പോയി. അമ്മമ്മയുടെ കുട്ടി എന്തിനാ കരയണത്? എന്റെ ബർത്ത്ഡേ ഉപ്പാനോട് പറഞ്ഞ് കേക്ക് വാങ്ങിത്തരാ. ഇപ്പൊ വാങ്ങിച്ചെന്നില്ല. എന്റെ ഫ്രണ്ട്സ് ഒക്കെ എല്ലാ ബർത്ത്ഡേക്കും കേക്ക്, എനിക്ക് മാത്രം ഒരു ബർത്ത്ഡേക്ക് വാങ്ങിച്ചെന്നില്ല. അതിന് അമ്മമ്മയുടെ കുട്ടി ഇങ്ങനെ കരയൊന്നും വേണ്ട. അമ്മ അപ്പാനെ കൊണ്ട് മേടിപ്പിച്ചു തരാട്ടോ. അമ്മമ്മയുടെ സ്വത്ത് കരണ്ട കേട്ടോ. അമ്മമ്മ മേടിച്ചേരേ. അവനോട് പറഞ്ഞിട്ട് അമ്മമ്മ മേടിച്ചു തരാട്ടോ. അമ്മമ്മയുടെ കുട്ടിക്ക് ഒരു കേക്കല്ലേ ഉള്ളൂ. അതിനിങ്ങനെ കരയണോ? മോളെ കുട്ടിക്ക് ചോറ് കൊടുത്താ? ഞാൻ ഓനോട് 2 വർത്താനം പറഞ്ഞത്. ഇജിപ്പോ ഈ ഫോണിൽ തോണ്ടി കുത്തിരിക്ക. ആ കുട്ടി എന്താ എന്നോട് വന്ന് പറഞ്ഞു? കുട്ടി എന്റെ മകനെ എന്താ കേക്ക് വേണം? എന്തോ കേക്ക് മുറിക്കല ഇവിടെ പണി. അപ്പൊ അത് എന്നോടല്ലാതെ വേറെ ആരോടാ പറയാ മോനെ? അതിന് കേക്കിന് നല്ല പൈസ വരുമ്പോ നിങ്ങള് വിചാരിക്കണ പോലെയല്ല. കുട്ടികൾക്ക് മൊത്തം കൊടുക്കണ്ടേ? വലിയ കേക്ക് വാങ്ങണം. 10-2000 ഉറുപ്പ്യ എന്തായാലും വരും. ചെയ്യാത്തപ്പോ ഒരു കൊല്ലത്തിൽ 2000 ഉറുപ്പ്യ ചെലവാക്കണോണ്ട് എന്താണ് മോനെ? എന്റെ കുട്ടിക്കല്ലേ. അതിന് ഇവിടെ അതിന്റെ കേക്ക് മുറിക്കലുള്ളത്. ഇനിയിപ്പോ അവര് ശീലാക്കി കഴിഞ്ഞാൽ എല്ലാരും പറഞ്ഞാലും ഇങ്ങനെ കേക്ക് മുറിക്കൽ തന്നെയാവും. ആദ്യം പോനല്ലേ എന്നോട് ആവശ്യപ്പെട്ടത്. ഓനക്ക് അതൊന്നാണ്ട് വാങ്ങിക്കൊടുത്തൂടെ? എനിക്ക് ആവശ്യമില്ലാത്ത ശീലാണ്ട് നിർത്തിച്ചാ പോരെ. അതിങ്ങനെ തുടരാൻ അനുവദിക്കണ? ഇജേ മര്യാദക്ക് പോയിട്ട് എനിക്ക് കേക്ക് കൊടുത്തോളെ. ആ കുട്ടിയുടെ ഒരു ആഗ്രഹം നിറവേറ്റേണ്ട വാപ്പ എന്നുള്ളതൊക്കെ എന്റെ കടമല്ലേ. നിങ്ങൾ രണ്ടാളും കൂടിയിട്ട് തന്നെയാണ് ആ ചെക്കനെ വടക്കാക്കണത്. ഞങ്ങൾക്ക് 10-16 എനക്കുണ്ടായ മകൻ തന്നെ എന്റെ കുട്ടിയെ. എന്തൊരു മാരണായി തീർന്നിപ്പത്. ഒരു മാരനില്ല. ഇജ്ജ് പോയിട്ട് ഒരു കേക്ക് കൊടുത്തോട്ടാ കുട്ടിക്ക്. കുട്ടിയുടെ പൂതിയല്ലേ, അതാണ് തീർത്ത് കൊടുക്കണ്ടേ നമ്മള്. അതെ, ഇജ്ജ് മര്യാദക്ക് പോയിട്ട് കേക്ക് കൊടുത്തോട്ടാ കുട്ടിക്ക്. കുട്ടി എന്നോടല്ലേ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിലേ നിന്റെ കുട്ടിക്ക് ഉമ്മ ഇവിടുന്ന് ചോറ് തരൂല. ഇങ്ങോട്ട് തീരെ കിട്ടൂല കുട്ടിക്ക്. കുട്ടിയല്ലേ എന്റെ ഉള്ളിൽ കയറി കഴിയണ്. ഉണ്ടാറടങ്ങിട്ട് ഞാൻ കൊടുന്നു തരാം. എന്നാ വേഗം ചെല്ലി പോയി മേടിച്ചോന്നാ കുട്ടിക്ക്. കുട്ടിയുടെ കച്ചറ മാറ്റിക്കോ.